എന്തായാലും ഗൾഫ് നാടുകളുടെ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഉണ്ടായി കാണും. കാരണം ദ മോസ്റ്റ് സേഫ് കൺട്രി എന്ന രീതിയിൽ ഓരോ രാജ്യവും ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം നൽകാൻ വന്ന സൈനിക താവളവുമായി വന്ന അമേരിക്ക അവർക്ക് തന്നെ സമാധാന ഭഞ്ജനം ഉണ്ടാക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാത്രമല്ല അവർക്കുണ്ടായ നഷ്ടം, ലോകത്തിന് മുമ്പിൽ അവരുടെ അഭിമാനം, ഇതെല്ലാം ഒരു പ്രശ്നമായിട്ടുണ്ട്. എന്നാൽ ഗൾഫ് നാടുകൾ അവകാശപ്പെടുന്ന പോലെ ഇറാന്റെ ആക്രമണത്തെ ചെറുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവിടെ പ്രതിരോധ സേന പറയുന്നത്. ആഷ്മി എന്താ പറയാൻ വന്നിരുന്നു? അല്ല എസ്കെ, ഞാൻ പറഞ്ഞത് ആശ്വാസം എന്ന് പറയുന്നുണ്ട്. ആശ്വാസമായിരിക്കട്ടെ, നമ്മുടെ കൂടപ്പുറപ്പുകളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഒരുപാട് മലയാളികളൊക്കെ അവിടെ ഉണ്ടാവും, അവർ സമാധാനപ്പെടും. പക്ഷേ എസ്കെ ദോഷക തീർക്കാന്ന് കരുതുന്നത്. പക്ഷേ എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും ഇപ്പൊ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് പറയാനുള്ള കാരണം യുദ്ധം പ്രഖ്യാപിച്ചതുപോലെ വിശ്വസനീയമായ സാഹചര്യത്തിലായിരുന്നു. എസ്കെൻ ഉറപ്പായും എന്ന് പറഞ്ഞാൽ പിന്മാറാൻ കഴിയില്ലെന്ന് പറയാനുള്ള കാരണം എസ്കെൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോക പോലീസാണ്, ലോക സൈനിക ശക്തിയാണ് അല്ലേ. ലോകത്തിനു മുന്നിൽ ലോക സൈനിക ശക്തി ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം 40 വർഷമായി പലവിധ ഉപരോധങ്ങളിൽ കഴുത്തും ചരിച്ച് ഇല്ലാതാക്കി ചവിട്ടിക്കുട്ടി ബോൺസായി മരം പോലെ നിർത്തിയുന്ന ഒരു ചെറിയ രാഷ്ട്രത്തിന് മുന്നിൽ വിറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ നിൽക്കുന്നു. ആദ്യം പറഞ്ഞു റെജീം ചേഞ്ച് നടന്നേയില്ല, രണ്ടാമത് പറഞ്ഞു ഇവരുടെ മിസൈൽ കപ്പാസിറ്റി മൊത്തം നശിപ്പിച്ചു. എസ്കെൻ ഇന്നലെയാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങി 21-ാം നാളെ ഇന്നലെയാണ് ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേലിലേക്കുണ്ടായി. അവിടെ ടെല്ലവീവിലടക്കം, അവിടെ ഈ പറഞ്ഞ ഡിമോണയിൽ, അറാദയിലടക്കം 1000 പേർക്കാണ് പരിക്ക്. എസ്കെൻ അതിൽ 100 പേരുടെ പരിക്ക് അതിഗുരുതരമാണ്. എന്താണ് മരണത്തിലേക്ക് എത്താവുന്ന അതിഗുരുതര പരിക്കുണ്ടായ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായ ഇറാന്റെ മിസൈൽ കപ്പാസിറ്റിക്ക് ഒരു തരിമ്പിന് പോലും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല തെളിയിക്കപ്പെട്ട ദിവസമാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്, ഇന്നലെ അവരുടെ കത്തമുല്ലംബിയ എന്ന് പറയുന്ന അവരുടെ IRGCയുടെ വക്താവ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ കളിയാക്കുകയാണ്. ട്രംപ് യു ആർ ഫയർഡ് എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ ട്രോൾ ചെയ്യുകയാണ്, അക്ഷരാർത്ഥത്തിൽ കളിയാക്കുകയാണ്. എസ്കെ ഞാൻ ഇന്നലെ വായിച്ചു അബ്ബാസ് അറാഖ്ചി അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങളില്ല. ആഷ്മി, ഇത്തരം ഒരു അപകടം പ്രത്യേകിച്ച് അമേരിക്കയോടുള്ള അവരുടെ ശത്രുതയൊന്നും ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. മാത്രമല്ല അവര് ഉണ്ടാക്കിയ ഒരു സംവിധാനം അതിപ്പോ പുറം ലോകം അറിഞ്ഞു തുടങ്ങി. അവരുടെ എല്ലാ സ്റ്റേറ്റുകൾക്കും യുദ്ധം ചെയ്യാനുള്ള എല്ലാ സന്നാഹങ്ങളും അവർ ചെയ്തിരുന്നു. ഓരോ സംസ്ഥാനത്ത് ഇപ്പൊ നമ്മൾ ഇന്ത്യ യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനും മിസൈൽ ടെക്നോളജിയും എല്ലാ സാധനവും വിട്ടുകൊടുത്ത് അവരെ ആയുധമണിയിച്ച് യുദ്ധത്തിന് തയ്യാറാക്കി നിർത്തുക. അപ്പോൾ ഏതെങ്കിലും ടെഹ്റാനിലെ മിസൈൽ ശേഷി മുഴുവൻ തകർത്തെന്ന് പറഞ്ഞാലും ഇറാനെ തകർക്കാൻ പറ്റില്ല. ഇറാൻ എല്ലാ സംസ്ഥാനത്തും ഇത് കുത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സജ്ജീകരണം അവർ നടത്തി കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുറലോകം അറിയും. അത് അമേരിക്ക അറിയണം. അസ്കേൻ ഉറപ്പായും അമേരിക്കയും ഇസ്രായേലും പോലുള്ള ഇന്റലിജൻസിന്റെ അപ്പോസ്തലന്മാരെന്ന് അറിയുന്നവർ ഉറപ്പായും അറിയണം. ഇന്നലെ CNN-ന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. ഇവർ ഈ പറഞ്ഞ B-2 ബോംബർ ബങ്കർ ബസ്റ്റർ ആഞ്ഞാഞ്ഞിട്ടിട്ടുണ്ട്, ഒരുപാട് ഇട്ടു. പക്ഷേ അതിൽ ഒറ്റ ഒരെണ്ണം പോലും ഇറാന്റെ ഭൂഗർഭത്തിലുള്ള മിസൈൽ സിറ്റികൾക്ക് ഒരു തരിമ്പിന് പോലും തകരാറുണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല ആകെ ഉണ്ടായതിന്റെ വാതിൽ അടയ്ക്കാൻ പറ്റുന്നത് മാത്രമാണ്. എസ്കവേറ്ററിന് ഒറ്റ മണിക്കൂറുകൊണ്ട് അവർ വീണ്ടും വാതിൽ തുറക്കുന്നു, വീണ്ടും അവരുടെ മിസൈൽ ആകാശത്തേക്ക് പൊങ്ങുകയാണ്, ഇസ്രായേൽ ലക്ഷ്യം വെക്കുകയാണ്. എസ്കെ ഇന്നലെ ഈ പറഞ്ഞ ഊർജ്ജ പ്ലാന്റുകളിലേക്ക് ആക്രമിക്കും എന്ന മുന്നറിയിപ്പുണ്ടായ തൊട്ടു പിന്നാലെ ഇറാന്റെ ഒഫീഷ്യൽ വാർത്താ ഏജൻസി അവരുടെ പുതിയൊരു മിസൈൽ സിറ്റിയുടെ ഒരു ദൃശ്യം പുറത്തുവിട്ടു. എസ്കെൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശാലമായി കിടക്കുന്ന രീതിയിൽ, കിലോമീറ്റർ കിടക്കുന്ന രീതിയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ഇറാൻ ഇതുവരെ ഉപയോഗിച്ച സിജിൽ മിസൈൽ, ഫത്ത 1, ഫത്ത 2 പോലെയുള്ള, അല്ലെങ്കിൽ ഡാൻസിംഗ് മിസൈൽ പോലെയുള്ള, അല്ലെങ്കിൽ ഈ ക്ലസ്റ്റർ ബോംബുകൾ പോലെയുള്ള മാരക മിസൈലുകളുടെ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള മിസൈലുകളുടെ വലിയ ശേഖരം അവർ അതിന്റെ അടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.